ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി, കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി നന്നായിട്ട് തെരഞ്ഞെടുപ്പിൽ വിജയം നേടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണ്. ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും ഫീൽഡ് റിപ്പോർട്ടുകൾ അനുസരിച്ച് വളരെ നല്ല മികച്ച വിജയം നേടും ഇന്ത്യ മുന്നണി, കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ 20 സീറ്റും ഐക്യജനാധിപത്യ മുന്നണി നേടുന്ന തരംഗമാണ് കേരളത്തിലുള്ളത്. UDF അനുകൂല തരംഗമാണ് കേരളത്തിലുള്ളത്. തീരദേശത്ത് വൻതോതിൽ വോട്ട് ചെയ്യാനായിട്ടുള്ളത് നീണ്ട നേരെയുണ്ട്. ഇത് ആർക്കാണ് അനുകൂലമായി തീരുകയാണ്? ഒരു സംശയം വേണം. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു തരംഗം വരുന്നാൽ ആണ് ഈ വോട്ടിംഗ് നല്ല ശക്തിപ്പെടുക. UDF അനുകൂലമായ തരംഗമുണ്ട്, കോൺഗ്രസിന് അനുകൂലമായ തരംഗമുണ്ട്. ഒരു കാര്യം, ഇന്നലെ സ്ഥിരമായിട്ട് പിണറായി വിജയനും MV ഗോവിന്ദനും എല്ലാം കുറെ നാളുകളായി പറയുന്നത് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നാണ്. പക്ഷേ ഇന്നലെ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തന്നെ പറഞ്ഞിരിക്കുകയാണ്, LDF കൺവീനർ BJP ചർച്ച നടത്തിയ 90% ചർച്ചകൾ പൂർത്തിയായിരുന്നു. പക്ഷേ പിണറായി വിജയന്റെ ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് പിന്മാറിയെന്ന്. എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത്? അത് ഇത് മാത്രമാണോ? ബംഗാളിലെ CPM ഓഫീസൊക്കെ ഇപ്പോൾ എവിടെയാണ്? കംപ്ലീറ്റ് BJP അല്ലേ? അവർക്ക് എന്തിനാ? ബംഗാളിലും ത്രിപുരയിലും CPMൻ്റെ പ്രാദേശിക ഓഫീസ് മുതൽ സ്റ്റേറ്റ് ഓഫീസ് വരെ അത് ഓഫീസ് തന്നെ അങ്ങ് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് BJP ഓഫീസായിട്ട്. അവരുടെ എത്ര MLA-മാരാണ് BJP ചേർന്നിരിക്കുന്നത് കണക്ക് നമ്മൾ പറയാമല്ലോ. ഇവിടെ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട കോൺഗ്രസ്സുകാരൻ പോകുന്നതിനെക്കുറിച്ചാണോ അവർ പറയുന്നത്? ഒരു പാർട്ടി ബംഗാളിൽ എന്തുകൊണ്ടാണ് പാർട്ടി ഇത്രയും BJPയുടെ ശക്തി എന്താണ്? BJPയുടെ ശക്തി എൻ്റെ CPM BJPയിൽ ചേർന്നതാണ് ബംഗാളിലെ BJPയുടെ ശക്തി. അതായത് BJP അവിടെ വളർന്നതല്ല. അവരതൊക്കെ മറച്ചു പിടിച്ചോളുക. കേരളത്തിലെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഒന്നാമത് CPMൻ്റെ ഭരണം നേതൃത്വം, കമ്മ്യൂണിസ്റ്റ് അണികൾ, അവരൊക്കെ ആ പാർട്ടിയിൽ വിശ്വസിച്ച് നിൽക്കുന്നവരാണ്. എനിക്ക് അവരെക്കുറിച്ചിട്ട് ഒരു പരാതിയില്ല. ആശയങ്ങൾ എല്ലാ പാർട്ടികളിലും ഉണ്ടാകും. ഇടതുപക്ഷ ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല ആശയങ്ങൾ തന്നെയാണ്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണം ആ ആശയങ്ങൾക്ക് യോജിച്ച ഭരണമാണോ? ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ നെഞ്ചത്ത് കൈവച്ച് പുന്നപ്രവാലാറിൻ്റെയൊക്കെ തന്നെ ആവേശം കൊള്ളുന്ന കമ്മ്യൂണിസ്റ്റുകാരന് ആവേശം കൊള്ളാവുന്ന ഭരണമാണോ കേരളത്തിൽ നടക്കുന്നത്? കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പാവപ്പെട്ടവരുടെ ഭരണമാണോ? അല്ല. അപ്പോൾ അതുകൊണ്ട് അവർ തന്നെയാണ് അവർക്ക് കുഴി തോണ്ടുന്നത് എന്നുള്ളതാണ് സംശയം. ഇപ്പം തന്നെ ഇന്നലെ തന്നെ എനിക്കിപ്പം കിട്ടിയൊരു വിവരം ഞാൻ പറയുകയാണ്. കരുനാഗപ്പള്ളിയിലുണ്ടായ ഇൻസിഡൻറ്റ് നിങ്ങൾക്കല്ല അറിയാം. നിങ്ങൾ ആ വിഷ്വൽ കണ്ടതാണ്. നമ്മുടെ MLA CR മഹേഷിനെ ഒരു കല്ലെടുത്ത് എറിഞ്ഞ് വീഴ്ത്തുന്നത് വിഷ്വൽസിൽ എല്ലാത്തിലും ഉണ്ട്, വീഡിയോ. ഇത് കള്ളം പറയുന്നത്തെ കാലത്ത് ആർക്കും പറ്റില്ല. MLA-യെ നേരിട്ട് എറിഞ്ഞ് വീഴ്ത്തുകയാണ്. ഭാഗ്യത്തിന് അദ്ദേഹത്തിന് സ്വസിദ്ധമായ ചില പ്രശ്നങ്ങളുണ്ട്. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ അവിടെ തീരുമായിരുന്നു. ഇത് ഇന്ന് സംഭവിച്ചത് എന്താ അറിയോ? ഇന്ന് സംഭവിച്ചത് അദ്ദേഹത്തിനെതിരെ വധശ്രമത്തിന് കേസെടുത്തിരിക്കുകയാണ്. CR മഹേഷിനെതിരെ വധശ്രമത്തിന് കേസ്. നിങ്ങൾ വാദി പ്രതിയാക്കുന്ന ഇത്തരം സമീപനം വേറെ ഏതെങ്കിലും നാട്ടിൽ നടക്കുമോ? ഇതിനകത്ത് എനിക്കറിയില്ല. ഇലക്ഷൻ കമ്മീഷൻ ഏത് പോലീസ് ഉദ്യോഗസ്ഥന്മാരായാലും ഞങ്ങളതിന് കണക്ക് ചോദിച്ചിരിക്കും കൃത്യമായിട്ട്. ഇത്തരം അന്യായം കാണിച്ചാൽ MLA-ക്കെതിരെ എറിഞ്ഞ് MLA വീഴ്ത്തിയ അയാൾ ഇപ്പോഴും ആശുപത്രിയിലാണ്. ഞാൻ ബെഞ്ചാന്തി രാത്രി സന്ദർശിച്ചു. ഇന്നലെയും ഇപ്പോഴും ആശുപത്രിയിൽ നിന്നാണ് അയാൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് MLA-ക്കെതിരെ വധശ്രമ കേസ്. KC വേണുഗോപാലിന്റെ പ്രതികരണമാണ് കേട്ടത്. ഈ ഒരു UDF തരംഗമുള്ളതുകൊണ്ടാണ് ഇത്രയധികം പോളിംഗ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്ന് മാത്രമല്ല, രണ്ടാം ഫേസിലും സെക്കൻഡ് ഫേസിലും രാജ്യമാകെ ഇന്ത്യ മുന്നണിയുടെ തരംഗമാണെന്ന് KC വേണുഗോപാൽ പറയുന്നു. ഒപ്പം CR മഹേഷിന് പരിക്കേൽക്കുക എന്ന സംഭവം ഉണ്ടായതിനു ശേഷം CR മഹേഷിനെതിരെ തന്നെ കേസെടുത്തിരിക്കുന്നു എന്ന കാര്യം വേണുഗോപാൽ ചൂണ്ടിക്കാണിക്കുന്നു.